ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 44-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വിഷയം യഹൂദനെ അഥവാ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടുപോയ യെരുശലേം മടക്കി ലഭിക്കും. AD 70 യെരുശലേം ദൈവാലയം തീ വെച്ച് നശിപ്പിച്ചു. അവർ യെരുശലേം ദൈവാലയം മാത്രമല്ല, യെരുശലേം അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുവാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ദൈവ വഴി വിട്ടുപോയത് കൊണ്ടാണ്. വചനം വിട്ട് ദൈവത്തെ തള്ളിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. എനിക്ക് വിശ്വാസികളോട് ഒരു ദൂത് പറയാനായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളുടെ ഭീമമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചെയ്യും, വീട്ടിലൊരു 3-4 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടൊരു പരിഹാരത്തിന് വേണ്ടി. ഉപവാസവും പ്രാർത്ഥനയും കൊള്ളാം, അതിനുവേണ്ടി ചില പ്രിയപ്പെട്ടവർ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ പെസക കണ്ടുപിടിച്ച് അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപവസിക്കുവാൻ, അല്ലാതെ ഉപവസിച്ചിട്ട് ഒരു കാര്യവുമില്ല. യെശയ്യാവ് 2700 വർഷങ്ങൾക്ക് മുമ്പേ 66-ാം അധ്യായത്തിൽ താൻ ഇപ്രകാരം പ്രവചനം വിളിച്ചു: ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? യെരുശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടി സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിച്ച് ഉല്ലസിപ്പീൻ, അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും അവർക്ക് യെരുശലേം അവരുടെ കൈവശം വന്നില്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് യെരുശലേം. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അത് ലഭിക്കുമെന്ന് പറഞ്ഞു. അതെന്നാണ് കിട്ടിയത്? ഒരു വലിയ യുദ്ധം നടന്നു 1967 ജൂൺ മാസം 5-ാം തീയതി യുദ്ധം ആരംഭിച്ചു. 6-ാം തീയതി ആയപ്പോൾ അവർ യെരുശലേം പിടിച്ചെടുത്തു. യെരുശലേമിൻ്റെ കൊടി അവിടെ നാട്ടി. നോക്കിക്കോണമേ, യെരുശലേം ദൈവാലയവും യെരുശലേം നഷ്ടപ്പെട്ടിട്ട് 1897 വർഷം കഴിഞ്ഞാണ് ആ പ്രവചനം നിറവേറിയത്. കാലപ്പഴക്കം കൊണ്ട് പ്രവചനം നിന്നുപോകുകയില്ല. ബൈബിൾ പ്രവചനം സത്യം, അത് സത്യം പോലെ നടക്കുന്നു. ബൈബിൾ മാത്രമേ സത്യമുള്ളൂ. യഹൂദനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1897 വർഷത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവൻ അടിമകളായി, നിക്കക്കല്ലില്ലാതെ ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു പോയെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ ദൈവം പരിപാലിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, ഞാൻ അവരെ യെരുശലേമിൽ അഥവാ യഹൂദയിൽ, ഇസ്രായേലിൽ
തിരിച്ചു കൊണ്ടുവരുമെന്ന്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രവചനമാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ വലിയ യുദ്ധം, ഞാനീ സംസാരിക്കുന്ന സമയത്ത് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. സക്രിയ പ്രവചനം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയാകും എന്ന് പറഞ്ഞാൽ, യഹൂദ മേധാവികൾ തീച്ചട്ടിയാണ്, തൊട്ടാൽ പൊള്ളും. ഇന്ന് പലരും പൊള്ളയേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ആ നിലയിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നുള്ളൂ. ഒരുപാടെണ്ണം ഈ തീച്ചട്ടിയിൽ ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് കറ്റകളുടെയിൽ തീപ്പന്തം പോലെ. കറ്റ എന്ന് പറഞ്ഞാൽ തീയുടെ ഒരു പൊരി ഏറ്റാൽ പോരെ മുഴുവൻ പോകും. കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയാക്കും. അവർ വലത്തും ഇടത്തും ഭാഗത്തുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരുശലേമിനെ സ്വസ്ഥാനത്തെ, യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. നോക്കിക്കോണേ, ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവർക്ക് യെരുശലേം തിരിച്ചു കൊടുക്കുമെന്ന്. ദൈവത്തിൻ്റെ പ്രവചനം എത്ര സത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിൽ 8-ാമത്തെ വാക്യം, അന്നാളിൽ യഹോവ യെരുശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അംഗവൈകല്യമുള്ളവൻ യഹൂദനായിരിക്കുന്ന ഒരുവൻ ഗോലിയാത്തിനെ വീഴ്ത്താൻ അത്ര കഴിവുള്ളവനാണ്. അംഗവൈകല്യമുള്ള ഒരുത്തൻ ദാവീദിനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നവരെ ഒന്ന് ചിന്തിച്ചാൽ മതി. ദാവീദ് ഗ്രഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിൽ യഹോവയുടെ ദൂതനെ പോലെ ആയിരിക്കും. അന്നാളിൽ ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കുന്ന ഒരു വാഗ്ദത്തം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിറവേറി. യേശു വരാറായി. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക, ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിൽ അംഗങ്ങളാകുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ.